ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വെറും 2 ചേരുവകൾ വെച്ചിട്ട് തീ പോലും കത്തിക്കാതെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി മധുരമാണ്. പാസ്തിലാസ് എന്നാണ് ഇതിൻ്റെ പേര്. നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് വേണ്ടുന്ന 2 ചേരുവകൾ ഇടാൻ വേണ്ടിയിട്ട് ഒരു ബൗൾ എടുക്കുക. അതിനകത്തോട്ട് ആദ്യം 1/4 കപ്പ് പാൽപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനിന്നിവിടെ നീഡോൻ്റെ പാൽപ്പൊടിയാണ്. നിങ്ങൾക്ക് ഏത് പാൽപ്പൊടി വേണമെങ്കിലും ഉപയോഗിക്കാം. പിന്നെ വേണ്ടുന്നത് 85 ml, അതായത് 1/3 കപ്പിൻ്റെ അളവ് പറയുമ്പം അത്രയും കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ആ മുഴുവൻ കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിക്കേണ്ട, ഒരു പകുതി ഒഴിക്കുക. എന്നിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് ഇത് രണ്ടും കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ബാക്കിയുള്ളതും കൂടെ ചേർക്കാം. പക്ഷേ എനിക്കിവിടെ മുഴുവൻ ചേർക്കേണ്ട വന്നു കേട്ടോ. നമുക്ക് ആദ്യം ഒരു സംശയത്തിൻ്റെ പുറത്താണ് പകുതി ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇനി സ്പൂൺ വെച്ചൊന്ന് നന്നായി മിക്സ് ചെയ്യാം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കൈ വെച്ചിട്ടാണെങ്കിലും ഒന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ ഇവിടെ വീണ്ടും അതിൻ്റെ ബാക്കിയുള്ള കപ്പ്, അതായത് 1/3 കപ്പ് മുഴുവൻ തന്നെ ഞാൻ എടുത്തിട്ടുണ്ട് കണ്ടൻസ്ഡ് മിൽക്ക്. എന്നിട്ട് നമുക്ക് ഒന്നും കൂടെ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മുടെ കൈ വെച്ചിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴയ്ക്കുന്നത് പോലെ തന്നെ കുഴച്ചെടുക്കാം. നമ്മുടെ കയ്യിൽ അങ്ങനെ ഒട്ടിപ്പിടിക്കും അങ്ങനത്തെ ഒരു സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ. ഞാനപ്പോൾ ആദ്യം സ്പൂൺ കൊണ്ട് ഒന്ന് ആദ്യത്തെ ഒരു രീതിക്ക് ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ കൈ എടുക്കുക. കൈ വെച്ചിട്ട് വേണം ഇതൊന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുഴച്ച് നല്ലൊരു മാവ്, നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് പാൽപ്പൊടിയുടെയും കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ ഒക്കെ. അപ്പോൾ ഈ ഒരു രീതിക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവ് നമ്മുടെ റെഡിയാണ്. ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മുടെ പാസ്തിലാസ് എന്നുള്ള ഒരു സംഭവം. അപ്പോൾ ഇനി ചെയ്യാനുള്ളത്, ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിനകത്ത് ഇതൊന്ന് റോൾ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഞാനിന്നിപ്പോൾ ഇവിടെ കുഞ്ഞു ബോൾസ് ആക്കിയിട്ടാണ് എടുക്കുന്നത്. നിങ്ങൾക്കത് ഓവലിൻ്റെ ഷേപ്പിലോ എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഇനി നല്ലൊരു നിങ്ങൾക്ക് മനസ്സിലൊക്കെ പുതിയൊക്കെ ഐഡിയ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഷേപ്പിലൊക്കെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇനി ഞാൻ ബാക്കി ഈ മാവ് വെച്ചിട്ട് ഇതുപോലെ ഞാനൊരു മീഡിയം സൈസ് ആയിട്ടുള്ള ബോൾസ് ആക്കിയാണ് എടുക്കുന്നത്. എന്നിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് നമ്മുടെ കയ്യിൽ ഇച്ചിരി വെള്ളം തൂക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് 2 രീതിയിൽ ചെയ്യാം. വളരെ കുറച്ച് വെള്ളം ചേർക്കാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഇച്ചിരി ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ അല്ലെങ്കിൽ എണ്ണയോ ഒന്ന് കയ്യിൽ തടവിയിട്ടാണെങ്കിലും നമുക്ക് ബോൾസ് ആക്കി എടുക്കാം. നല്ല സ്മൂത്ത് ആയിട്ടുള്ള ബോൾസ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഇപ്പോൾ ചെയ്യുന്ന കാര്യം ഓപ്ഷണലാണ്. ഞാൻ ഇതിനകത്ത് ഇച്ചിരി പഞ്ചസാര എടുത്തിട്ടുണ്ട്, 1/2 ടേബിൾ സ്പൂൺ. അതിനകത്തോട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് റോൾ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാം. എന്നിട്ട് ഇതൊന്നും കൂടി ഒന്ന് നമുക്കൊന്ന് ഷേപ്പാക്കി എടുക്കാം. എന്നിട്ട് സെർവിങ് പ്ലേറ്റിനകത്തോട്ട് വെക്കാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു ഈ ഒരു മധുരത്തിൻ്റെ ഒരു കാര്യം. ഈ കണ്ടൻസ്ഡ് മിൽക്ക് ഒത്തിരി മധുരം അങ്ങ് നമുക്ക് കൊടുക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് പഞ്ചസാരയിൽ ചെറുതായിട്ടൊന്ന് റോൾ ചെയ്യുന്നത്. അപ്പോൾ ഈ പഞ്ചസാരയിൽ റോൾ ചെയ്യുമ്പം നമ്മളിത് കടിക്കുന്ന സമയത്ത് നമുക്ക് പഞ്ചസാരയുടെ തരിതരികളും കൂടെ കിട്ടുമ്പോഴത്തേക്കും സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീട്ടിലൊക്കെ പെട്ടെന്ന് ഗസ്റ്റ് വരുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലൊരു ഫംഗ്ഷനൊക്കെ വരുമ്പോൾ ഭക്ഷണം കഴിച്ച് കഴിയുമ്പം ഉണ്ടാക്കി വെക്കാൻ പറ്റുന്ന എന്നാൽ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റൊക്കെയാണ്. ഡിഫറെൻ്റ് എന്ന് പറയുമ്പോൾ നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. പക്ഷേ നമ്മളധികം നമ്മുടെ നാട്ടിലൊന്നും അധികം കഴിക്കാൻ സാധ്യതയില്ലാത്തൊരു ടേസ്റ്റാണ്. ഇനി നിങ്ങൾക്ക് ഇതിന് കുറച്ചും കൂടെ ടേസ്റ്റ് കൂട്ടണമെന്നുണ്ടെങ്കിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ടും കൂടെ ഇതിനോടൊപ്പം തന്നെ 1-2 ടേബിൾ സ്പൂൺ ചേർത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കുകയാണെങ്കിൽ ഇച്ചിരിയും കൂടെ ടേസ്റ്റാണ്. അപ്പം ഞാൻ ഇതിൻ്റെ മേലെ അല്പം പിസ്തയും കൂടെ ജസ്റ്റ് ഒരു ഡെക്കറേഷനൊക്കെ വേണ്ടി വെക്കുന്നുണ്ട്. ഇങ്ങനെ വേണം എന്നൊന്നും നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ അകമൊക്കെ എങ്ങനെ ഇരിക്കുന്നത് എന്നുള്ളത് കാണണ്ടേ. അകം എന്നൊക്കെ പറയുന്നത് നല്ല സോഫ്റ്റാണ്. നമുക്കറിയാം കണ്ടൻസ്ഡ് മിൽക്ക്, പാൽപ്പൊടി എന്തായാലും അതിന് ടേസ്റ്റ് ഉണ്ടാവും. അതൊരിക്കലും ഫ്ലോപ്പായി പോകത്തൊന്നുമില്ല. നല്ല നമ്മുടെ പേടയൊക്കെ കഴിക്കുന്ന അതിനേക്കാളും രുചിയാണ് സത്യം പറഞ്ഞത്. പേടയൊക്കെ ഉണ്ടാക്കാനായിട്ട് നമുക്ക് പാലും കാര്യങ്ങളൊക്കെ വേണ്ടത്. അതൊന്നും ഇല്ലാതെ തന്നെ പേടയുടെ ടേസ്റ്റ് വരുന്ന ഒരു സൂപ്പർ ആയിട്ടുള്ളൊരു മധുരമാണ്. ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.